രണ്ടാം ക്ലാസ്സിലെ ഖുർആൻ പരീക്ഷയ്ക്ക് സാധ്യതയുള്ള സൂറത്തുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായും അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമെടുത്ത സൂറത്തുകളാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത സൂറത്തുകൾ സൂറത്തുൽ ഖലം, ഈ സൂറത്ത്, പിന്നെ അൽഹാഖ മുതൽ അമ്മ യതസാഅലൂൻ വരെയുള്ള ഏത് സൂറത്തും പരീക്ഷയ്ക്ക് വരാം, കൂടുതൽ സാധ്യത ഉള്ളത്. പിന്നെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ മാർക്ക് ഇങ്ങനെയാണ്: 50-ൽ അക്ഷരശുദ്ധിക്ക് 25 മാർക്ക്, നടത്തി ഓത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റെക്ക് ഇല്ലാതെ ഓതുന്നതിന് 25 മാർക്ക്. സ്റ്റെക്ക് വന്നാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. അക്ഷരശുദ്ധി പോയി കഴിഞ്ഞാലും നിങ്ങൾ ശരിയായ രീതിയിൽ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് പോകും. അപ്പോൾ ഞാൻ ഒരു 4 വർഷത്തെ ചോദ്യപേപ്പർ എൻ്റെ അടുത്തുണ്ട്. ഇതിൽ വന്ന സൂറത്തുകൾ, പരീക്ഷയ്ക്ക് വന്ന സൂറത്തുകൾ ഓതിത്തരാം. അതുപോലെ സാധ്യത ഉള്ളതും കൂടി ഓതാം. ഫസ്റ്റ് നമുക്ക് അൽഹാഖ് എടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാഖ മൽഹാഖ വമാ അദ്റാക മൽഹാഖ كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. അപ്പം അത് ശരിക്കും ഓതി പഠിക്കുക. നമ്മൾ അടുത്ത സൂറത്തിലേക്ക് പോവാണ്. സൂറത്തുൽ മആരിജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالإحن ولا يسأل حميم حميما. നമ്മൾ അടുത്ത സൂറത്തിലേക്ക് പോവാണ്. സൂറത്തുൻ നൂഹ്. ഈ സൂറത്തുൻ നൂഹ് പരീക്ഷയ്ക്ക് 2 തവണ വന്നിട്ടുണ്ട്. നോക്കൂ, ഇതാ സൂറത്തുൻ നൂഹിലെ 2ാമത്തെ ആയത്ത് മുതൽ 5 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓതിപ്പിക്കാനാണ് പറയുന്നത്. ഇത് 2 വർഷം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൂറത്ത് നമുക്ക് 5 ആയത്ത് നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷദ്ദുള്ള നൂന് വന്നാൽ മണിക്കണം, ഷദ്ദുള്ള മീമ് വന്നാലും മണിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്വാസം കിട്ടാതായ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഏച്ചു കൂട്ടിയിട്ട് പോകരുത്. അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലി, ഇങ്ങനെ ഓതാൻ പാടില്ല. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ശ്വാസം കിട്ടാതെ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോ, എന്നിട്ട് അതിന്റെ അപ്പുറം ഓതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون. ഇവിടെ എങ്ങനെ ഓതണ്ട്? അനിഅ്ബുദു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون قال رب إني دعوت قومي ليلا ونهارا. അപ്പോൾ ഈ സൂറത്ത് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. 2 തവണ പരീക്ഷയ്ക്ക് വന്ന സൂറത്താണ്. അടുത്തത് സൂറത്ത്
ജിന്നാണ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ്. എന്നാലും നമുക്ക് ഓതി നോക്കാം ഒരു 4 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ ഒരു ചോദ്യ പേപ്പറിൽ സൂറത്ത് നൂഹ് പറഞ്ഞു, അടുത്ത സൂറത്തുൽ മുദ്ദസിർ വന്നിട്ടുണ്ട്, പിന്നെ അടുത്ത സൂറത്ത് ഖിയാമ വന്നിട്ടുണ്ട്, പിന്നെ വീണ്ടും നൂഹ വന്നിട്ടുള്ളത്. അപ്പോൾ മുദ്ദസിർ വന്നതുകൊണ്ട് മുസമ്മിൽ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 8 ആയത്ത് ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ. ഇവിടെ എത്ര ശബ്ദുണ്ട്? സാക്കു ശബ്ദുണ്ട്, മീൻ ശബ്ദുണ്ട്. അപ്പം അങ്ങനെ തന്നെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. ഇവിടെ ശബ്ദുള്ള നൂന് തുടക്കത്തിൽ വന്നാൽ, ഈ തുടക്കത്തിൽ ശബ്ദ് വന്നാൽ അത് കൂട്ടൂല. അപ്പൊ നീ എന്ന് ഓതാൻ പറ്റൂല. പിന്നെ എന്താ നിസ്ഫഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല إن لك في النهار صبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا. മുദ്ദസിർ പരീക്ഷയ്ക്ക് വന്നതാണ്, അതുകൊണ്ട് നമുക്ക് നല്ലോണം പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസിർ. എത്ര ശബ്ദുണ്ട്? ദാലിനും സായിനും അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا. ഇനി അടുത്ത സൂറത്ത് നോക്കാം. ഇതാ സൂറത്തുൽ ഖിയാമ ഒരു തവണ പരീക്ഷയ്ക്ക് വന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نصفي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر. صدق الله مولانا. അടുത്ത സൂറത്തുകളൊക്കെ വരാൻ സാധ്യത ഉണ്ട്, എന്നാലും നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അല്ലാത്താൽ ഇൻസാനൊക്കെ വരും, അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഞാൻ ഇപ്പോൾ ഏറ്റവും സാധ്യത ഉള്ളതാണ് പറഞ്ഞത്. നമ്മൾക്ക് ഹിഫ്ലിലേക്ക് പോവാം. ഹിഫ്ലു പരീക്ഷയിൽ അലംതറ കൈഫ മുതൽ കുൽ അഊദു ബി റബ്ബിന്നാസ് വരെയുള്ള ഏത് സൂറത്തും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏറ്റവും കൂടുതൽ സാധ്യത അലംതറ കൈഫ, ലി ഈലാഫി ഖുറൈഷ്, അറഅയ്ത, ഇന്നാഅതൈനാക. ഇതാണ് സാധ്യത കൂടുതൽ. കാരണം ഒരുപാട് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. 2024 ചോദ്യ പേപ്പർ സൂറത്ത് ഖുറൈഷ് മുഴുവനും ഓദിക്കാൻ 30 മാർക്ക്. അപ്പോൾ സൂറത്ത് ഖുറൈഷ് എന്ന് പറഞ്ഞാൽ ലി ഈലാഫി ഖുറൈഷ് ആണ്. ലി ഈലാഫി ഖുറൈഷ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഓദിത്തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ലി ഈലാഫി ഖുറൈഷ്. പിന്നെ അടുത്തത്, പിന്നെ വജ്ജഹത്തു 20 മാർക്കിന്. വജ്ജഹത്തു കാണാതെ പഠിക്കണം. ഫിഖ്ഹിലെ വജ്ജഹത്തു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. വജ്ജഹത്തു വജിഹലില്ലതി. ഫിഖ്ഹിലെ ദിക്റുകളൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. ഇനി 2023 ചോദ്യ പേപ്പർ നോക്കാം. സൂറത്തു നസ്ർ ആണ് വന്നത്. ഏതാ സൂറത്തു നസ്ർ? അപ്പൊ ഇതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇദാ ജാ.
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ, ഈ സൂറത്ത്. പിന്നെ എഴുത്തിദാലിൽ ചൊല്ലേണ്ടത്, എഴുത്തിദാൽ എന്ന് പറഞ്ഞാൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ചൊല്ലേണ്ടത്? റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി. അത് ഫിഖ് നോക്കിയിട്ട് എല്ലാവരും പഠിക്കണം, ഫിഖിലുണ്ട്. അടുത്ത 2021 ചോദ്യപേപ്പർ, 1 ചോദ്യപേപ്പറിൽ സൂറത്ത് ഖുറൈശ പൂർണ്ണമായും വന്നു എന്ന് പറഞ്ഞാൽ ലി ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്ത ശിതായി. അപ്പോൾ ഈ സൂറത്തിന് നല്ല സാധ്യത ഉണ്ട് കേട്ടോ. അടുത്തത് നിസ്കാരത്തിലെ എഴുത്തിദാൽ ചൊല്ലേണ്ടത് വീണ്ടും വന്നു, റബ്ബന ലക്കൽ ഹംദ്. അടുത്തത് 2024 പിന്നെ 23 പിന്നെ 22 പറഞ്ഞോ? 22 പറഞ്ഞു. പിന്നെ 22, 21, 22ലും 21ലും ലീലാഫി ഖുറൈശാണ് ചോദിച്ചത്. 24 ഇതാ ലീലാഫി ഖുറൈശ് ആദ്യ 3 ആയത്തുകൾ. പിന്നെ സൂറത്തുൽ മാഊൻ എന്ന് പറഞ്ഞ അറൈത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ആ സൂറത്ത്. 2023 ചോദ്യപേപ്പർ കേട്ടോ, അല്ല 24. പിന്നെ 2 സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി ഉണ്ടല്ലോ, അത്. അപ്പോൾ ഫിഖ്ഹിലെ ദിക്റുകളൊക്കെ നിങ്ങൾ കാണാൻ പഠിക്കണം. 2023 ചോദ്യപേപ്പർ സൂറത്ത് ഖുറൈശ് മുഴുവനും, പിന്നെ വജ്ജഹത്തു വജിഹലില്ലതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിഖ്ഹിൽ വജ്ജഹത്തു വജിഹലില്ലതി, റുകൂയിൽ ചെല്ലേണ്ടത്, സുജൂദിൽ ചെല്ലേണ്ടത്, പിന്നെ എഴുത്തിദാലിൽ റബ്ബന ലക്കൽ ഹംദു, പിന്നെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു, പിന്നെ അല്ലാഹുമ്മ സല്ലി, അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത്, അതിന് ശേഷമുള്ള ദുആ. കുനൂത്ത് വരാൻ സാധ്യത കുറവാണ്. ഇതൊക്കെയാണ് പ്രധാനമായും വരിക. അതുപോലെ തന്നെ ലീലാഫി ഖുറൈശ്, അലംതറ കൈഫ, അറഅയ്ത, പിന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി, ഇതൊക്കെയാണ് വരാൻ സാധ്യത, അറഅയ്തൽ വരാൻ സാധ്യതയുള്ള സൂറത്തുകൾ. അപ്പോൾ ഇതൊക്കെ നല്ലോണം പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.